ഹേ ഗായ്സ്, വെൽക്കം ടു ജിജേവേഴ്സ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് ഞാൻ കണ്ട പടം കാന്തയാണ്. ദുൽഖർ സൽമാൻ നായകനായിട്ട് അഭിനയിച്ച ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് കാന്ത. സോ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ശെൽവമണി ശെൽവരാജാണ്. സോ ഈ സിനിമ നമ്മുടെ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറയുന്ന പോലെ ആ ഒരു പാറ്റേണിൽ വരുന്നൊരു സിനിമയാണ്. പഴയ കാലഘട്ടത്തിൽ തമിഴ് സിനിമയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്ത് വന്നിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ ഇവരാദ്യമേ സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് പോലെ ഞങ്ങൾ ഈ സിനിമ മറ്റുള്ളവരുമായിട്ട് ബന്ധമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മളിതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് പോയി കഴിഞ്ഞാൽ തമിഴ് സിനിമയുടെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറയപ്പെടുന്ന ഒരു പർട്ടിക്കുലർ പണ്ട് നമുക്കൊന്നും അറിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു പോകുന്ന, പിന്നെ കുറേ ഫിക്ഷനും ഒക്കെ ആഡ് ചെയ്ത് പോകുന്ന ഒരു സിനിമയാണ് നമ്മുടെ കാന്ത. സോ അതാണ് ഇതിൻ്റെ ഒരു ജോണർ. ഒരു സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന മറ്റൊരു സിനിമയിൽ അന്ന് പണ്ട് കാലത്ത് ഉണ്ടായിട്ടുള്ള കുറേ പ്രോബ്ലംസും അത് പിന്നീട് എന്തായി തീർന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത്. സോ ആദ്യമേ മനസ്സിലാക്കണം അതാണ് ഈ സിനിമയുടെ ഒരു സ്വഭാവം. പിന്നെ ഇതിലേക്ക് ദുൽഖർ സൽമാൻ എന്നുള്ളൊരു വലിയ ഫാക്ടർ, ഒരു പാൻ ഇന്ത്യൻ ഫാക്ടർ വരുമ്പോഴത്തേക്കും ഈ സിനിമയുടെ ലെവൽ അങ്ങോട്ട് മാറുകയാണ്. അല്ലാതെ വേറൊരു നടനെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഇത്രയൊരു ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ളൊരു സാധനമല്ല. ദുൽഖർ എന്ന് വന്നപ്പോൾ തന്നെയാണ് ആ ഒരു മാർക്കറ്റ് അങ്ങ് ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്തത്. ദുൽഖർ സൽമാൻ ഇതിൽ നല്ല പോലെ പെർഫോം ചെയ്യാനുള്ള, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാനുള്ള, ഭയങ്കര എക്സാജറേറ്റ് ചെയ്ത് അഭിനയിക്കാനുള്ള ഒരു സാധനം ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. അത് അദ്ദേഹം വളരെ എന്ന് വെച്ചാൽ ഭയങ്കര നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ശരിക്കും ഒരു കയ്യടി അർഹിക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. കുറേ നാളിന് ശേഷം അദ്ദേഹം കുറച്ചുകൂടെ ഒരു അഭിനയ പ്രാധാന്യമുള്ളൊരു വേഷത്തിൽ വരികയും മറ്റേതൊരു സ്റ്റൈല് സ്വാഗൊക്കെ വന്നിട്ട് ആ ഒരു സ്റ്റൈൽ പിടിച്ച് പോകുമായിരുന്നു. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ ഫുൾ അഭിനയമാണ്. കാരണം ഇതിനകത്ത് വേറെ ഒന്നും മാസ് കാണിക്കാനോ ഓറ കാണിക്കാനോ ഒന്നുമില്ല, അഭിനയിച്ച് ഫലിപ്പിക്കുക എന്നുള്ളൊരു വേഷമാണ്. സോ അതിനെ 100% എഫേർട്ട് ഇട്ടിട്ട് ദുൽഖർ സൽമാൻ അത് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് നമുക്ക് അദ്ദേഹത്തിനോടൊരു റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിലുള്ള നല്ലൊരു പെർഫോമൻസ് ആണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് നായികയായിട്ട് വന്നിട്ടുള്ളത് ഭാഗ്യശ്രീയാണ്. അപ്പോൾ അവരുടെ സൈഡിൽ നിന്നുള്ളൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ ഒരു നടിയുടെ അതായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് എക്സാജറേറ്റഡ് അഭിനയം, എന്നാൽ അതിന് പുറമേ മറ്റ് റിയൽ ലൈഫിൽ ഒരു പ്രണയവും പിന്നെ സ്വന്തം ഗുരുനാഥനോട് എതിർത്ത് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ള പെർഫോമൻസ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് ഇതിൻ്റെ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈമിൽ വരുന്നൊരു സാധനം. സോ ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ഞാൻ പറയാം. ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമ പറയുന്നത് പണ്ട് കാലത്ത് തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടുള്ള രണ്ട് മഹാരഥന്മാർ, ഒരു മഹാരഥനായിട്ടുള്ള ഒരു ഡയറക്ടറും ഒരു അടിപൊളി ഒരു ആക്ടറും. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ തുടങ്ങിയത് അവരുടെ കരിയർ തുടങ്ങുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും ഭയങ്കര സുഹൃത്തുക്കളാണ്. ആ ഡയറക്ടറിൻ്റെ ഒരു ഗൈഡൻസിലാണ് ഈ ഒരു ആക്ടർ വളർന്നു വന്നതും പിന്നീട് വലിയൊരു നടനായത്. പിന്നീട് അവരുടെ ഇടയിലുള്ള ഒരു ക്ലാഷ്, ആ ക്ലാഷിന് ശേഷം പിന്നീട് അവരന്ന് നിർത്തപ്പെട്ടു പോയ സിനിമയിലേക്ക് തിരിച്ചെത്തുന്നിടത്തുനിന്നാണ് നമ്മുടെ ഈ ഒരു കാന്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ട്രെയിലറിൽ തന്നെ പറയുന്നുണ്ട്, ഇനിമേൻ്റെ പടത്തോടെ പേര് സാന്തയില്ല കാന്ത എന്ന് പറയില്ല. ദുൽഖർ വന്നിട്ട് അങ്ങനെ പറയുന്ന ആ ഒരു മൊമെൻറ്റിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പണ്ട് എപ്പോഴോ മുടങ്ങിപ്പോയൊരു സിനിമ പിന്നീട് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് ഒന്നേന്ന് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അതിൽ ആ ഒരു ഡയറക്ടറിൻ്റെ സൈഡ് പതുക്കെ മാറി, ഇപ്പം ആക്ടർ കുറച്ചുകൂടി വലിയ ആളായി, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിന് മുന്നിൽ താഴ്ന്നു നിന്നിരുന്ന ഒരാളല്ല. സോ ഇതിൽ ഈ ഒരു ഡയറക്ടർ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന സമുദ്രക്കനിയാണ്. സമുദ്രക്കനിയുടെ ക്യാരക്ടറിനെ ഇതിൽ അയ്യാന്നാണ് വിളിക്കുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത നമ്മുടെ പെരുന്തച്ചൻ സിൻഡ്രോം എന്ന് പറയില്ലേ, അതായത് നമ്മളായിട്ട് ഒരാളെ നമ്മൾ വളർത്തി വിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാൾക്ക് കയറിപ്പോകാൻ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഭാവിയിൽ അയാൾ നമ്മളെക്കാൾ വലിയൊരാളായി മാറുമ്പോഴത്തേക്കും നമുക്ക് അവരോടൊരു അസൂയ, അവരെന്തിനത്രയും വളർന്നു പോയി, നമ്മുടെ താഴെ തന്നെ നിന്നാൽ മതിയായിരുന്നല്ലോ എന്നുള്ള രീതിയിലുള്ള ചിന്തകൾ ഉള്ള ആൾക്കാർക്കുള്ളതാണ് ഈ ഒരു പെരുന്തച്ചൻ സിൻഡ്രോം. അത് ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കാരണം അങ്ങനെ വലിയ ഒരുപാട് ആൾക്കാരൊന്നും വന്നിട്ടില്ല, എങ്കിലും ഞാൻ കാരണം ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു നല്ലത് സംഭവിച്ചു കഴിഞ്ഞാൽ അയാൾ പിന്നെ അതിൽ നിന്ന് കുറച്ചുകൂടെ വലുതായാൽ നമ്മളെപ്പറ്റി പിന്നെ ഓർത്ത് പോലും ഇല്ല എന്ന് വെച്ചോ, പക്ഷേ എങ്കിൽ പോലും എനിക്കതൊരു സന്തോഷമാണ്. കാരണം നമ്മൾ അതിലൊരു റീസൺ ആവാൻ പറ്റിയല്ലോ, അവരുടെ സക്സസ്സിലൊരു റീസൺ ആവാൻ പറ്റിയല്ലോ എന്നൊരു തോട്ടാണ് എനിക്ക് വരിക. പക്ഷേ ഈ ഒരു പെരുന്തച്ചൻ സിൻഡ്രോം ആൾക്കാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാവുകയും പിന്നീട് അവർ നമ്മളെ തഴഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർക്ക് എഗെയിൻസ്റ്റ് ചെയ്യുക, അവരെങ്ങനെയും ദ്രോഹിക്കുക, അത്തരത്തിലൊരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ അയ്യ എന്ന് പറഞ്ഞിട്ട് സമുദ്രക്കന്നി പ്ലേ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ. സോ ആ ക്യാരക്ടറും നമ്മുടെ ദുൽഖർ ചെയ്തിരിക്കുന്ന ക്യാരക്ടറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ് ഇതിൻ്റെ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഫുള്ള് വരുന്നത്. അപ്പോൾ ഈ സമുദ്രക്കനിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മറ്റേ ആളെ ഡിഫെയിം ചെയ്യാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതിനെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു ആഢ്യത്വവും കുറച്ചൊരു സീരിയസ്നെസ്സും ഒക്കെ ഉള്ളൊരു രീതിയിലാണ് അത് പെർഫോം ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കാണ് റാണാ ദഗുട്ടിയുടെ ക്യാരക്ടർ വരുന്നത്. അത് കാരണം ഒരു ഇൻ്റർവെല്ലിൽ ഒരു പർട്ടിക്കുലർ ഒരു ക്ലിഫ് ഹാങ്കറിലാണ് ഈ ഒരു ഇൻ്റർവെല്ല് സിനിമയുടെ ഒരു വളരെ പ്രധാന ഒരു സംഭവം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻ്റർവെല്ല് വരുന്നത്. ആ ഇൻ്റർവെല്ലിന് ശേഷം അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളിലാണ് പിന്നെ റാണാ ദഗുട്ടി വരുന്നത്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ ഒരു സുഖം പോകും. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ റിവീൽ ചെയ്യുന്നില്ല.
റാണ അത് വെട്ടി വരികയും പിന്നീട് ഇതിൽ ഒരു വലിയൊരു കേസ് ഉണ്ടാകുന്നതിന് പിന്നെ സൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ബാക്കി വരുന്ന പോർഷനൊക്കെ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് വളരെ ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രൈം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്, ഒരു ഡ്രാമ കൈൻഡ് ഓഫ് ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. കാരണം ഇതിൽ ഒരുപാട് ലൊക്കേഷൻസോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക ഹാപ്പനിങ്സോ ഒന്നുമില്ല. ഒരു 2, 3, 4 ലൊക്കേഷനുണ്ട്. ഒരു സ്റ്റുഡിയോ, ഒരു വീട്, പിന്നെ അവരെ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ഒരു റോഡ്, അത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. ആ ഒരു സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കാണിക്കുന്ന മുഴുവൻ, ഈ സിനിമയിൽ ത്രൂ ഔട്ട് കാണിക്കുന്നത്. സോ ചിലർക്ക് അത് ബോറടിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഇവരുടെ ഒരു അഭിനയം കണ്ടിരിക്കാനായിട്ട് ഭയങ്കര രസമായിരുന്നു എല്ലാവരുടെയും. ദുൽഖർ സ്ക്രീനിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ദുൽഖർ എപ്പോഴാണ് അടുത്ത മറ്റേ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കും ദുൽഖർ ഇനി എപ്പോഴാണ് സ്ക്രീനിൽ വരിക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു കാത്തിരിപ്പായിരുന്നു സിനിമയിൽ മുഴുവൻ. കാരണം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അത്രയും നന്നായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ, മഹാദേവൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഭയങ്കര എൻഗേജിങ് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ആ ഒരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. സോ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ മ്യൂസിക്, അതായത് നമ്മുടെ ഇതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോയാണ്. സ്ഥിരമായിട്ട് എല്ലാ സിനിമയിലും ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ പൊളി ഇവിടെയും തുടരുന്നുണ്ട് നല്ല രീതിയിൽ. ഇതിനകത്ത് രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഇങ്ങനെ മൂത്ത് വരുമ്പോഴത്തേക്കും അതിനെ തക്ക, എന്നാൽ ഇതൊരു ഡ്രാമയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിന് തക്ക ഒരു രീതിയിലുള്ള ഒരു മ്യൂസിക്കാണ് ജേക്സ് ബിജോയുടെ സൈഡിൽ നിന്ന് ഇതിൽ വന്നിരിക്കുന്നത്. സോ മ്യൂസിക് വൈസും ഈ സിനിമ നല്ല രസമാണ്. മൊത്തത്തിൽ ഇതൊരു തിയേറ്ററിലിരുന്ന് കാണുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഭയങ്കര ഒരു മനസ്സിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുക, ഒരു അൺസെറ്റിൽ ചെയ്യുക, നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന, അതായത് ഇതെന്ത് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യുമോ എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തകൾ വരുന്ന രീതിയിലുള്ള കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്. അപ്പോൾ അത്തരം സിനിമകൾ ആസ്വദിക്കണമെങ്കിൽ അതിന് ആ ഒരു രീതിയിലുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കണം. സോ അത്തരത്തിലുള്ള സിനിമകൾ, ഒരു ഡ്രാമ അല്ലെങ്കിൽ ഒരു കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പറയുന്ന പോലെ ഇത്തരത്തിലൊരു കുറച്ച് സെറ്റും വളരെ കുറച്ച് ലൊക്കേഷൻസും ഉള്ള ഒരു കൈൻഡ് ഓഫ് സെറ്റപ്പിലുള്ള സിനിമ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടമാകും. കാരണം എന്ന് വെച്ചാൽ അത്ര നന്നായിട്ടാണ് ഇതിൽ ആൾക്കാർ പെർഫോം ചെയ്തിരിക്കുന്നത്. നമുക്കിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് അഭിനയിച്ച് ഇങ്ങനെ പോകുന്ന കാണാം. ഒരു ഫോറിനറാണ് ഇതിൻ്റെ ഒരു ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്, നമ്മുടെ മഹാനടിയൊക്കെ ചെയ്ത പുള്ളിയാണ്. അപ്പോൾ ആ ഒരു ഫോറിനറിൻ്റേതായിട്ടുള്ളൊരു ഹോളിവുഡ് ടച്ചുള്ള രീതിയിലുള്ള കുറച്ച് പരിപാടികളും വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഭയങ്കര രസമായിട്ട് നമുക്ക് തോന്നും. മൊത്തത്തിൽ ഈ സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ചില സിനിമകൾ ഇപ്പോൾ നമ്മൾ പറയില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കുറേ പേർക്ക് ഇത് വർക്കാവില്ല, കാരണം ഭയങ്കര സ്ലോ ആണ്. എന്തായത് അതിലൊന്നും നടക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് എന്നാൽ സിനിമയ്ക്കുള്ളിലെ ഉൾക്കുത്തും, പിന്നെ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാരവെപ്പും, പിന്നെ അല്ലാതെ ഒരു സിനിമ എടുക്കുന്നതിന് പിന്നിലെ ഒരു ബ്യൂട്ടിയും, അതെല്ലാം കണ്ടിങ്ങനെ ഇരിക്കാനായിട്ട്, അത്തരം കാര്യങ്ങൾ ആസ്വദിക്കാനായിട്ട്, പിന്നെ ആ ഒരു അൺസെറ്റിലിംഗ് സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇനി എന്താവും എന്നുള്ള ഒരു തോട്ടിലോട്ടൊക്കെ പോകാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു സിനിമയാണ്. പിന്നെ നമ്മുടെ ജേക്സ് ബിജോയുടെ മ്യൂസിക്കും എല്ലാം കണ്ടിങ്ങനെ രസിച്ചിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ്. സോ ഇതിനൊരു റേറ്റിംഗ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതിന് 3/5 ആണ് കൊടുക്കുന്നത്. 3 കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുമോ എന്ന് എനിക്കൊരു ഭയങ്കര ഡൗട്ടുണ്ട് ആ ഒരു കാര്യം കൊണ്ട്. പിന്നെ പലപ്പോഴായിട്ട് നമുക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്യും. ഇങ്ങനെ സിനിമ ഇങ്ങനെ ഡെഡായിട്ട് നിൽക്കുന്ന പോലെ തോന്നും, മുന്നോട്ട് പോകുന്നില്ലല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു തോന്നൽ വരുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. സോ ആ ഒരു കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ച് VFX പരിപാടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇച്ചിരി ഒരു ക്വാളിറ്റി ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. സാധാരണ സിനിമകളിൽ നല്ല രീതിയിൽ വരുന്ന സാധനങ്ങൾ ഇതിൽ വളരെ ഒരു VFX അവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ആക്ച്വൽ സാധനം ഷൂട്ട് ചെയ്താൽ മതിയായിരുന്നു, പക്ഷേ VFX യൂസ് ചെയ്തുകൊണ്ട് മാത്രം കുളമായി പോയ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അത്തരത്തിലുള്ള കുറച്ച് സംഭവങ്ങളും ഒക്കെ കാരണമാണ് ഇതിനൊരു 3/5 ഞാൻ കൊടുക്കുന്നത്. എന്തായാലും എനിക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ വേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സോ ഇതോടുകൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.